ആ ഞാൻ ഏതെങ്കിലും ഷോപ്പ് നോക്കട്ടെ, നമുക്ക് നിർത്താം കേട്ടോ. കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാറുന്നല്ലോ. അതിന് ഏതെങ്കിലും ഷോപ്പ് കാണണ്ടേ? ഈ റോഡ് തന്നെയല്ലേ പോ. ആ എത്തി. എല്ലാരും ഇറങ്ങിക്കോ, ആവശ്യമുള്ളത് മേടിച്ച് കഴിച്ചോ. ഇനി നമ്മൾ അങ്ങ് ചെന്നിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. ബാ ഇറങ്ങി വാ. അല്ല നിങ്ങളാരും ഇറങ്ങുന്നില്ലേ? അച്ചോടാ, പാറുമോളാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ബാ അച്ഛന്റെ പൊന്നെ ആരും മൈൻഡ് ചെയ്തില്ലേ? അച്ഛന്റെ പൊന്നിന് എന്താ വേണം? ജ്യൂസ് മേടിച്ചു തരട്ടെ? ആ ബാ, ജ്യൂസ് മേടിച്ചു തരാം. ആ മിഠായി വേണോ? ബാ ഇരിക്കി. ആവശ്യത്തിന് എന്താന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോ, പിന്നെ വണ്ടി ഇരുന്ന് കരയരുത്. അതാ, ആര് എന്ത് വേണമെങ്കിലും മേടിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. മെനു കാർഡ് ഉണ്ടല്ലോ, മെനു കാർഡ് എടുത്ത് നിക്ക്. വെയിറ്റ്. യെസ് സർ, മെനു കാർഡ് ഇപ്പൊ കൊണ്ടുവരാം സർ. ഓക്കെ. വെയിറ്റ്, 2 ഷവർമ. നിനക്കെന്താ വേണം? എനിക്കൊരു പിസ്സ, പിന്നെ ഒരു ഫലൂദ. മക്കളെ, നിങ്ങൾക്ക് ജ്യൂസ് വല്ലതും വേണോ? ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് സ്ട്രോബെറി ജ്യൂസ്. എനിക്ക് ജ്യൂസ് വേണം പാപ്പാ. നോക്ക്, നോക്കിയിട്ട് മേടിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മമ്മിയുടെ പിസ്സ വന്ന്. ഓ മമ്മ ആ ടൊമാറ്റോ സോസ് എനിക്ക് തരുവോ? ആ തരാം, എന്നാ എടുത്തോ. നോക്കട്ടെ. ഓ പിസ്സ കാണാൻ തന്നെ എന്തൊരു ക്യൂട്ട്. മമ്മ ഒരു പിസ്സ എനിക്ക്. എടുത്തോ. അതിന് നിനക്ക് തരൂലെന്ന് പറഞ്ഞോ ഗൗരിക്കുട്ടി. എന്നാ ഒരു പീസ് നീയും കഴിച്ചോ. ഇത് കണ്ടിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് എന്തൊരു പിസ്സയാ മമ്മ? ചിക്കൻ പിസ്സയാണോ? ഇതിനകത്ത് എന്താ കിടക്കുന്നത്? ഇത് ചിക്കൻ പിസ്സ അല്ല, ഇത് വെജ് പിസ്സയാ. നല്ല ടേസ്റ്റ് മമ്മ. നല്ല രുചി. ദേ കഴിച്ചു നോക്കേ. ഒരു പീസ് എടുത്ത് കഴിക്കുന്നേ. എവിടെ നോക്കട്ടെ. കൊള്ളാല്ലേ? നല്ല ടേസ്റ്റ്. എനിക്ക് തന്നില്ല. എന്നാ ഇനി ഇത് ഇത്രയും കഴിച്ചു തീർന്നാൽ മതിയായിരുന്നു. ദേ ശിവയുടെ സ്ട്രോബെറി ജ്യൂസ്, ഗൗരി ചോക്ലേറ്റ് ഷേക്ക് ആണോ പറഞ്ഞത്? അതെ, എൻ്റെ ഫലൂദ വന്നിട്ടുണ്ട്. അത്ര പോരെന്ന് ഒന്ന് കണ്ടിട്ട്. നീയല്ലേ ഓർഡർ ചെയ്തത്? ഞാൻ മുന്നേ ഒരു വട്ടം ഒരു കടയിൽ കയറി, നല്ല ടേസ്റ്റ് ആയിരുന്നു, അതാ ഓർഡർ ചെയ്തത്. അങ്ങനെ വയറ് നിറഞ്ഞു. പാറുമോക്ക് സ്വീറ്റ് വേണോ നോക്കട്ടെ, പപ്പ മേടിച്ചു തരാം. ഇത് വേണോ? പിന്നെ ഇത് വേണം? കിൻഡർ ജോയ് മേടിച്ചു തരട്ടെ? പപ്പ എന്തായാലും ഒരു ചായ കുടിക്കട്ടെ. എന്തായാലും കുറച്ച് സ്നാക്സും കൂടെ മേടിച്ചു വെച്ചത് നന്നായി. ഇനി അങ്ങ് വരെ എത്തുമ്പോഴേക്കും പിള്ളേര് പിന്നെ വിശക്കുന്നു എന്ന് പറയും. മമ്മ എനിക്കുണ്ട് സ്നാക്സ്. 2 പേരുടെ ലേസിന്റെ ഇവിടെ ഉണ്ട്. സിസറോളും ഉണ്ട്. ദേ ഇത് ഞങ്ങൾക്ക്, എനിക്കും പപ്പയ്ക്കും. ഇതെന്തൊരു മിഠായിയാ? മിക്സ്ചർ മിഠായി. ഹായ്, മിക്സ്ചർ മിഠായിയോ? പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കേ പപ്പ. പെട്രോൾ എന്തിനാ പപ്പ അടിക്കുന്നേ? നിനക്ക് അതുപോലും അറിയത്തില്ലേ ഗൗരി? പെട്രോൾ അടിച്ചാലേ വണ്ടി പോവത്തോളൂ. ദേ ഇങ്ങനെ സ്കൈ നോക്കിക്കേ, എന്ത് രസമാ കാണാന്. നല്ല ബ്ലൂ സ്കൈ ആൻഡ് വൈറ്റ് കളറിലെ ആ ഒരു മേഘത്തെ കാണാൻ എന്ത് രസം, ക്യൂട്ടല്ലേ? ഇവിടെ മൊത്തം ഒരാള് പോലെ അല്ലല്ലേ പപ്പ? എന്റെ പൊന്നു, ഒരു ഒറ്റ വണ്ടിയില്ല ശിവ. നീ നോക്കിക്കേ, ഒരു വണ്ടി പോലും ഇല്ല. ദേ ഒരു ഓട്ടോ, അത് അവിടെ കിടക്കല്ലേ. നമ്മൾ പോകുന്നിടത്ത് വേറെ ഒരു വണ്ടിയില്ല, നമ്മൾ മാത്രം. ശരിയാ, നമ്മളെ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവോ ഗൗരി? അറിയാൻ പറ്റത്തില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ തട്ടിക്കൊണ്ടോ. പപ്പ സമയം ഒരുപാടായി, ഇനി എപ്പോഴാ നമ്മൾ എത്താ? ഇനി കുറച്ച് ദൂരവും കൂടെ ഉണ്ട്. 2 പേരും ബാക്കിൽ കിടന്നങ്ങ് ഉറങ്ങിക്കോ. എനിക്ക് നല്ല ഉറക്കം വരിക. ഞാൻ ഇവിടെ നിന്ന് കിടക്കുക. ഗൗരി എണീക്ക്. എന്താ
ദേ അവിടെ കാണാൻ നല്ല രസമുണ്ട്. രാത്രിയല്ലേ കാണാൻ നല്ല ക്യൂട്ട്. അത് കണ്ടോ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ ആ മതലില് കാർട്ടൂൺസിനെയൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നേ. ഗൗരിയുടെ ഒരു കാര്യം. ഗൗരി സ്ഥലം എത്താറായി. എണീക്ക് എണീക്ക്. ഇപ്പൊ എത്തും. എണീക്ക്. എത്ര നേരമായി. ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എന്തോ ഒരു വണ്ടിയല്ലേ. ശരിക്കും വണ്ടിയുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോണം. ഐസ്ക്രീം നമുക്ക് പപ്പയടുത്ത് പറഞ്ഞാലോ? ഇപ്പൊ വേണ്ട ഗൗരി, നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ കഴിച്ചു. നമുക്കിനി അവിടെ അറ്റത്തെത്തിയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം. ഹായ്, ഈ കടയിൽ എന്തൊക്കെയാ ഉള്ളത്? അത് നമ്മുടെ കോണാണ്. അതിനകത്ത് ഇങ്ങനെ അവർ പുഴുങ്ങി തരും. അത് നമുക്ക് ആവിയിൽ പുഴുങ്ങി തരുമ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ മറ്റേ ഇത് കഴിക്കൂലേ, ഏത് എന്തായിരുന്നു, പോപ്കോൺ. അതുണ്ടാക്കുന്ന സാധനം അത്. ദേ അവിടെ നോക്കിക്കേ, ഇവിടൊക്കെ ഭയങ്കര ശിവ, അവിടെ ഒരു പ്ലെയിൻ നീ കണ്ടോ? ഞാൻ കണ്ടു. നല്ല ക്യൂട്ട് അല്ലേ? നമുക്ക് അങ്ങ് അറ്റത്തെത്തുമ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിവിടെ ഫുള്ള് കണ്ടുപോകാം. ക്യൂട്ടായിട്ടുള്ള നല്ല ബാഗ്സ്. നമുക്ക് ബാഗ് മേടിച്ചാലോ? അതിന് ബാഗ് നമ്മൾ സ്കൂൾ തുറന്നപ്പോഴല്ലേ മേടിച്ചത്. എപ്പോഴും ബാഗ് മേടിക്കോ? യു ആർ റൈറ്റ്. ഹായ്, നല്ല ഇതെന്താ വാച്ചാണോ? വാച്ചല്ല ഗൗരി, അത് ബെൽറ്റാ. ടോയ്സാണ്. നല്ല രസമുണ്ടല്ലേ. ഹായ്, നല്ല തണുത്ത കാറ്റ് ഇവിടെ. നിനക്ക് അടിക്കുന്നുണ്ടോ? പിന്നെ അടിക്കുന്നില്ലേ, ഞാൻ നിന്റെ കൂടെ അല്ലേ വരുന്നത്. ഇതെന്തോ ശിവ? ഇത് നമ്മളാ ഇങ്ങനെ ചെണ്ട. ഇതാണല്ലേ ചെണ്ട. മേടിച്ചാലോ? വേണ്ട ഗൗരി, എന്നാ വേണ്ട. എനിക്ക് വേറെന്തെങ്കിലും ചോയ്സ്. നമുക്ക് ബബിൾസ് മേടിച്ചാലോ? ബബിൾസ് നമ്മൾ 2 ദിവസം മുന്നേ മേടിച്ചില്ലേ. ശിവ, ഇതെന്താ ഒന്നും മേടിക്കാൻ സമ്മതിക്കില്ലേ? എന്തിനാ ഗൗരി നമ്മൾ ആവശ്യമില്ലാതെ മേടിക്കുന്നത്? ആവശ്യത്തിന് നമുക്ക് പപ്പ മേടിച്ചു തരുന്നുണ്ടല്ലോ. എന്നാൽ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും. പപ്പ, എനിക്കൊരു കോൺ വേണം. മേടിച്ചു തരാം. ഒരെണ്ണം എടുക്കുക കേട്ടോ. ടേസ്റ്റ് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്ന്. ടേസ്റ്റ് നോക്കിയിട്ട് ഒന്നും കൂടെ മേടിക്കാം. ഓക്കെ പപ്പ. ആദ്യം നമുക്ക് ഒരെണ്ണം വാങ്ങി നോക്കാം ഗൗരിയെ. ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് പല സ്ഥലങ്ങളിലും പല ടേസ്റ്റിൽ പല ഇതായിട്ട് ചെയ്യും. കൊള്ളത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ പപ്പയുടെ പൈസ പോകൂലേ. അതുകൊണ്ട് നമുക്ക് കുറച്ച് മേടിക്കാം. ഓക്കെ. കൊള്ളാലോ. പക്ഷേ ഇത് തോനെയുണ്ട്. നമുക്കിനി ആവശ്യമില്ല. വയറ് ഫുള്ളായത് കഴിച്ചപ്പോൾ. അത് നമ്മൾ വണ്ടിയിൽ നിന്ന് കുറേ ഐറ്റംസ് കഴിച്ചു. എല്ലാം കൂടെ വയറ് വേദനിക്കുമോ എന്തോ. ആ സ്നാക്സ് ഒന്ന് മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഹായ്, ഇത് നോക്കി ശിവ. അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തി ഓഫ് ആവും. നോക്കി, അത് ആദ്യം റെഡ് ആവും പിന്നെ ബ്ലൂ ആവും. ശരി, അതെ, അതും കണ്ടോ. ആദ്യം കുറേ കളർ ആവുന്നുണ്ട്. റെഡും ബ്ലൂ അല്ലതോ ഒരു പിങ്ക് ഒക്കെ വരുന്നുണ്ട്. ഇതെന്തോ സ്പ്രേ ആണോ? ഇതെന്താ ഫുള്ള് ലൈറ്റ് കത്തിച്ചിരിക്കുന്നേ? അത് അവിടെ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗൗരി. അതുകൊണ്ടാണ് നമുക്കങ്ങനെ. ഇത് കുട്ടികളെ കളിക്കുന്ന ചെണ്ടയാണെന്ന് തോന്നുന്നു ഗൗരി. എനിക്കൊരു മോതിരം വേണം പപ്പ. കുറേ നാളായി പപ്പ. നോക്കിക്കോ. എന്നാ എനിക്കും വേണം പപ്പ മോതിരം. നോക്കിക്കോ. എന്താ ഇതിന്റെ റേറ്റ് എങ്ങനെയാ? 20 രൂപ. നോക്കിക്കേ, കുറേ മാലകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒരു ക്ലിപ്പും വേണം, ഒരു മോതിരം വേണം. നല്ല വെറൈറ്റി കളക്ഷൻ ഓഫ് ബാഗ്സ്. ഇത് നോക്കിക്കേ, നല്ല ആൻറ്റിക് ആയിട്ടുള്ള ബാഗ്സ് അല്ലേ. ഗൗരി മോളെ, നിനക്ക് ക്ലിപ്പോ തലയിലിടാൻ വണ്ണോ എല്ലാം വേണമെങ്കിൽ മേടിച്ചോട്ടോ. എനിക്ക് ഇപ്പം എന്താ, ഈ ബാഗ് നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഒരു ഇത് നോക്കിക്കേ. ഈ ബാഗ് മേടിക്കണോ? ഇതെന്താ ബാഗിൽ ലൈറ്റോ? ഇത് കൊള്ളാം. ഗൗരി മോൾക്ക് ഈ ഒരു ബാഗ് മേടിച്ചാലോ? കുറേ നാളായിട്ട് ഗൗരി മോൾ പറയാം. തലയിലിടാൻ ക്ലിപ്പ് മേടിക്കണം, അല്ലെങ്കിൽ വേണ്ട. ടോയ്സ്, ബേബിക്ക് ടോയ്സ് എന്താ ഇത് മേടിക്കുക? ഇതെന്താ റോഡിൽ കൂടെ ഓടുന്ന ട്രെയിനോ? നമ്മൾ മറ്റേ ട്രെയിനിൽ കണ്ടിട്ടേ ഉള്ളൂ. ഇത് ടോയ് ട്രെയിനാ. ഇതിൽ നമുക്ക് കയറാൻ വേണമെങ്കിൽ കയറിയാലോ? അത് ഫുള്ളായാലേ ആ വണ്ടി വിടത്തുള്ളൂ. അതുവരെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം തന്നെ അത്രയും രാത്രിയായി. നമുക്ക് വീട്ടിൽ പോകണ്ടേ? ശരിയാ, വീട്ടിൽ പോകണം. ഇപ്പം തന്നെ ഒരുപാട് രാത്രിയായി. നമുക്ക് ഐസ്ക്രീം കുടിച്ചില്ല. പോപ്കോൺ. ഹായ് പോപ്കോൺ.
പപ്പ പോപ്കോൺ 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 പോപ്കോൺ. എത്രയാ റേറ്റ് എങ്ങനെയാ? 25 സാ. ഒരെണ്ണം എടുത്തോ. ഓ ബിഗ് സൈസ് ആണല്ലേ. ദേ ഇത് നോക്കിക്കേ, കുറേ ടൈപ്പ് പോപ്കോൺ ഉണ്ട്. നമുക്ക് ചീസ് പോപ്കോൺ മേടിച്ചാലോ? ചീസ് പോപ്കോൺ മേടിക്കാം. ചോക്ലേറ്റ് പോപ്കോൺ ഉണ്ട്. അങ്ങനെ കുറേ പോപ്കോൺ ഉണ്ടല്ലോ. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. എനിക്ക് അത്ര ഇഷ്ടമായില്ല ചീസ്. എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇന്നത്തെ ജേണി ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി പപ്പ. ഇപ്പൊ ശരിക്കും പറഞ്ഞാ വിശക്കുന്നു പപ്പ. നമുക്ക് പോണ വഴിക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ആ പപ്പ. മോൾ ഉറങ്ങിയോടി? ആ അതെ ഉറങ്ങി. പപ്പ നല്ല ഉറക്കം വരുന്നു പപ്പ. ഫുഡ് ഫുഡ് വെള്ളം. ഇന്ന വെള്ളം എടുത്ത് കുടിച്ചോ. ഈ കടയിൽ ഭയങ്കര ഇരുട്ട്. ഞാൻ പത്തിരി മേടിച്ചു, ചിക്കൻ കറിയും പിന്നെ അൽഫാമും. എന്തൊരു ചൂടായി അൽഫാം. പിച്ചിട്ട് വരുന്നേ ഇല്ല. ഞാൻ ഈ പത്തിരി എടുത്തിട്ട് അൽഫാമിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പോവാ ഗൗരി. നല്ല ഉറക്കം വരുന്നു. ഞാൻ കഴിച്ച് ഉറങ്ങുക ഗൗരി. വേഗം കഴിക്കുന്നേ, വീട്ടിൽ പോകാനുള്ളതാ. ഞാൻ എൻ്റെ സ്ട്രോബെറി ഷേക്ക് കുടിച്ച് തീരാറായി. നീ ഇതുവരെ തൊട്ട പോലും ഇല്ലേ ഗൗരി? എൻ്റെ സ്ട്രോബെറി ഷേക്ക് ഞാൻ കുടിച്ചിരുന്ന് ലാസ്റ്റ് ഐസ്ക്രീം കണ്ടോ? അത് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക. നല്ല തണുപ്പ്. നമ്മൾ ബീച്ചിൽ പോയിട്ട് ഐസ്ക്രീം കുടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ വന്ന് കുടിച്ച്. അങ്ങനെ ഫുഡൊക്കെ കാലി. ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോവാം. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോണേ. എന്നാലേ ഞങ്ങൾ ഇതുപോലുള്ള അടിപൊളി യാത്ര വീഡിയോകൾ ഇടത്തോളൂ. ബൈ. ഉണ്ണിക്കുട്ട, എന്നാലും നിന്റെ പപ്പ ഗൾഫിൽ നിന്ന് എന്തുവാ കൊണ്ടുവന്നത്? അതൊക്കെ ഉണ്ട്, നിങ്ങളത് കണ്ടാൽ ഞെട്ടും. അന്ന് വേഗം കാണിക്കടാ, ഒന്ന് കാണാൻ കൊതിയായിട്ടയ്യ. എനിക്കും കൊതിയാവുന്നു. അയ്യോ, ഇതെന്തോ ഇത്രയും വലിയ പെട്ടി? അതെ, എന്തുവാടാ ഇത്രയും വലിയ പെട്ടിയില്? വലിയ ബോക്സ് ആണല്ലോ. എനിക്ക് തോന്നുന്ന ബടാ ബടാ കളിപ്പാട്ടമാണെന്ന്. അതേടാ, ഇത് വലിയൊരു കളിപ്പാട്ടവാ. എനിക്കങ്ങ് കൊതിയായിട്ടയ്യ എന്താ കാണാനെന്ന്. ഹായ്, ഇത് ടോയ്സ് ആണെന്ന് തോന്നുന്നു. അതെ, ടോയ്സാ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയത് എന്താന്ന് എനിക്കും അറിയില്ല. ഹായ്, അടിപൊളി ടോയ്സ്. വാവ്, നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കുക്കിംഗ് ചെയ്യാമല്ലോ. അതെ, നമുക്ക് കുക്കിംഗ് ചെയ്യാം. ഹായ്, നമുക്കപ്പം ഇത് വെച്ചിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാവോ? എനിക്ക് വയ്യ. അപ്പം നമുക്കിന്ന് ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഫുള്ള് കളിക്കാം. ആ ശരിയാ, നമുക്കിന്ന് ഫുള്ള് കളിക്കാം. വാവ്, ഇതിനകത്ത് വലിയ ടോയ്സ് ആണല്ലോ. നമുക്കിതെല്ലാം പുറത്തെടുത്ത് നോക്കാം. ഇത് ഫുള്ള് സെറ്റ് ചെയ്യണോടാ? അതെ, ഇതെല്ലാം സെറ്റ് ചെയ്താലേ നമുക്ക് കളിക്കാൻ പറ്റും. ഇത് ഒരുപാട് ടോയ്സ് ഉണ്ട്. ബ്ലൂ കളറിൽ, റെഡ് കളറിൽ, അങ്ങനെ ഒരുപാട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലെയർ ഇതാ. ആദ്യം നമുക്ക് ഇത് എടുക്കാം, എന്നിട്ട് അതിനകത്ത് ഇതിന്റെ മേളിൽ ഇത് വെക്കണം എന്ന് തോന്നുക. ഇങ്ങനെയല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും അടിയിൽ വെക്കുന്ന പീസ് ഇങ്ങനെയാ. ഇത് ഈ സൈഡിലായിട്ട് വെക്കണം. കണ്ടോ, ഈ രണ്ട് പീസ് നമുക്ക് ആദ്യം ഈ ഡോർ കണക്ക് ഓറഞ്ച് കളറിലെ ഡോറിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പഴാ ശരിയായത്. ഗൗരിക്ക് ഭയങ്കര ബുദ്ധിയാ ഗൗരി. പിന്നെ അല്ലാതെ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? എനിക്ക് നല്ല ബുദ്ധിയാ. ഇനി അടുത്ത ഇതെവിടാ വെക്കുന്നത്? അത് ഏറ്റവും ടോപ്പിലാ ശിവ വെക്കുന്നത്. നമുക്ക് ഇനി സെക്കൻഡ് ആയിട്ട് നമുക്ക് ഇത് വെച്ചെടുക്കണം. എന്തൊരു ക്യൂട്ടായത് കാണാനേ. എനിക്ക് തോന്നുന്നു ഇത് വർക്ക് ചെയ്യൂന്ന് തോന്നുന്നു. ആ വർക്ക് ചെയ്യൂന്ന് പപ്പ പറഞ്ഞായിരുന്നു. ഈ അടുപ്പൊക്കെ വർക്ക് ചെയ്യും, സൗണ്ട് കേൾക്കും. നമുക്ക് അതൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 3 സൈഡ് ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കൊറേയൊക്കെ സെറ്റ് ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇതാണ് ഗൗരി വെക്കേണ്ടത്. അതെ, ഇവിടെ ഹോൾ ഉണ്ട് കണ്ടോ? ആ ഹോളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു കിച്ചനാണ് കിട്ടിയത്. ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിന്റെ കൂടെ. നമുക്ക് നോക്കാം. പിന്നെ ഇതെന്തുവാ സാധനം? ഹായ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ്. പിന്നെ എന്താ ഉള്ളത്? പൈപ്പ്. അതെ, പൈപ്പും ഉണ്ട്, ഗ്ലാസും ഉണ്ട്. ഈ പൈപ്പ് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുമെന്ന്. നിനക്ക് എന്താ തോന്നുന്നു ശിവ? എനിക്കും തോന്നുന്നു പൈപ്പ് വർക്ക് ചെയ്യും. ഇതിനകത്തുനിന്ന് വെള്ളം വരും ഗൗരി. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്ന. എനിക്ക്
വെച്ച് കൊടുക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ ശിവ? ഇപ്പൊ ഓക്കെ ആയി. ഇത് ഇങ്ങനെ ഇറക്കി വെക്കുന്നതാണെന്ന് തോന്നുന്നു. അയ്യോ ശിവ, ഇത് ഇതിന്റെ അകത്തോട് ഇങ്ങനെ ഇറക്കുകയാണെന്ന് തോന്നുന്നു. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഭയങ്കര പാടാന്ന് തോന്നുന്നു ഇത് സെറ്റ് ചെയ്യാൻ, അല്ലേ ഉണ്ണിക്കുട്ടാ? ഇത് സെറ്റ് ചെയ്യാൻ ഇത്തിരി പാടാ, എന്നാലും സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമല്ലോ. അത് ശരിയാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഇത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ വെള്ളം ഇതിലേക്കൂടെ വരും എന്നറിയാൻ വയ്യല്ലോ. അപ്പൊ ഇതെവിടെ വെക്കുക? ഇതിന്റെ ഏറ്റവും ടോപ്പിലാക്കുക. അവർ ഇത് ഫുൾ ഊര്. നീ ഇത് ചെയ്തത് മൊത്തം തെറ്റായി പോയി. ഇങ്ങനെയൊന്നും അല്ല. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെക്കണം. എല്ലാം മണ്ടത്തരാണല്ലോ കാണിക്കുന്നത്. ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ഈ പൈപ്പിനകത്തോട്ട് ഈ സാധനം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിങ്ങനാണെന്ന് തോന്നുന്നില്ല ഗൗരി എനിക്ക്. നമുക്ക് ലാസ്റ്റ് നോക്കാം ശിവ. ആദ്യം നമുക്കിത് വെച്ച് കൊടുക്കേ. ഇങ്ങനാണെന്നൊന്നും അറിയാൻ വയ്യ. നമുക്ക് ആദ്യം എന്തായാലും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് ഇതിന്റെ ഫുൾ വ്യൂ ഒന്ന് കാണാലോ. അത് ശരിയാ ഗൗരി. ഇനി ഈ പൈപ്പ് എങ്ങനെയാ? ഈ ഒരു സാധനം വെച്ചിട്ട് ഇത് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. സൂപ്പർ. നമ്മുടെ പൈപ്പ് നല്ല രസമുണ്ടല്ലേ. ഇനി ഇതിന്റെ കൂടെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. നമുക്കിതെല്ലാം ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പൊ നല്ല അടിപൊളി ഒരു ബോക്സ് ആയിട്ട് കിട്ടി. ഇതൊക്കെ കിച്ചണിൽ വെക്കുന്ന ഐറ്റംസ് ആയിരിക്കും അല്ലേ ഗൗരി? അതെ, ഇതെല്ലാം കിച്ചണിൽ വെക്കുന്ന ഒരു ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഈ സൈഡൊക്കെ കണ്ടോ? ഈ സൈഡ് ഫുൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ലതാണെങ്കിൽ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി കുക്കീസ്, പിന്നെന്തുവാ അത് ക്യാരറ്റ് കുക്കി. അപ്പൊ 2 കുക്കീസ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കീസ് റെഡി. ഇനി നമുക്ക് നമ്മുടെ ഓവനൊക്കെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ ഇളക്കിയെടുക്കാം. ഇതിനകത്തൊക്കെ കുറെ ഓൺ ഓഫിന്റെ ഒക്കെ ബട്ടൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒട്ടിച്ച് ഇളക്കി എടുത്തിട്ട് ഒട്ടിക്കാം. ഓക്കെ. നമുക്കിത് ഈ ഓറഞ്ച് കളറിലുള്ള ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. അല്ല ശിവ, ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ചിലവരൊക്കെ ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പം ചിലപ്പോ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എഴുതിയൊക്കെ വെക്കും. റെസിപ്പിയൊക്കെ എഴുതി വെക്കാനായിട്ടുള്ള ഒരു ബോർഡാ. പിന്നെ ഇതെന്തോ സാധനം അറിയാൻ വയ്യ. ഹായ് ചോക്ക് വെച്ചിട്ട് ഇതിനകത്ത് എഴുതാൻ ഗൗരി. ഹായ്, നീ ഒന്ന് എഴുതി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ, അടിപൊളിയല്ലേ ശിവ? അതെ, ഇത് വെച്ചിട്ട് കളിച്ചാലും തീരൂല. നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് കളിക്കാം അല്ലേ ഗൗരി? അതെ ശിവ, നമുക്കിത് ഈ സൈഡിൽ വെക്കാം. നല്ല രസമുണ്ട്. നല്ല ബ്ലൂവും ബ്ലാക്കും കലർന്ന നല്ല ബോർഡ് അല്ലേ ശിവ? അതെ ഗൗരി. നമുക്കപ്പ ഇതിന്റെ കൂടെ കിട്ടിയ ആ പഞ്ഞിയൊക്കെ നമുക്ക് ഈ സൈഡിൽ വെക്കാമേ. അതെന്ത് കളറാ ശിവ? യെല്ലോ. അതറിയത്തില്ലേ നിനക്ക്? ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തതാ, എനിക്ക് അറിയാം. ഇനി അടുത്ത എന്താന്ന് നോക്കാം. ഇത് കിച്ചൺ വേസ. ഇതുണ്ടോ അടിപൊളി ഒരു ഡിഷ്. നല്ല രസമുണ്ട് അല്ലേ? അതെ, നല്ല ഡിഷ്, നല്ല രസമുണ്ട്. ഇതിനകത്ത് കുറെ കുക്കിങ്ങിന്റെ ഐറ്റംസ് ഉണ്ട്. കണ്ടാ, ഇതെല്ലാം കളിക്കുന്ന സാധനങ്ങളാ. ഓരോ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നൊക്കെ ഐറ്റംസ്. നമുക്കിത് ഇതുപോലെ അടപ്പും ഉണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള അടപ്പ്. നമുക്ക് 2 ഓറഞ്ച് കളറിലുള്ള 2 ഇതുണ്ട്, വേവിക്കുന്ന പാത്രങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ അടുപ്പ്. ഇതുണ്ട് ഇവിടെ ബാറ്ററി ഇട്ട് ഇത് വർക്ക് ചെയ്യും ഗൗരി. ശരിയാണല്ലോ. ഇതുണ്ട് വേറെ കിച്ചൺ വെയർസ് ഒത്തിരി ഉണ്ട്. ബ്ലൂ കളറിലെ കുറെ ഡിഷസ്. ഇതുണ്ട് പ്ലേറ്റ്, നമുക്ക് ഫുഡ് കഴിക്കാം ഇങ്ങനെ. ആ പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ കുറെ സ്പൂൺസ് ഉണ്ട്. ഒരുപാടുണ്ടല്ലോ ഗൗരി ഇത്. അതെ, ഒരുപാട് ഐറ്റംസ്. എന്തായാലും കൊള്ളാം, അടിപൊളി സാധനം ഇല്ലേ? അതെ ഗൗരി, എന്തൊരു ക്യൂട്ടായത് കാണാൻ. ഇവിടൊക്കെ ഹാങ് ചെയ്തിടാം നമുക്ക്. കണ്ടോ, എല്ലാം എടുത്തോണ്ട് വാ. നമുക്കിതെല്ലാം ഇവിടെ ഹാങ് ചെയ്തിടാം. 1 2 3 4. ആ സൈഡിൽ നമ്മൾ 4 ഇട്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ ഇട്ട് കൊടുക്കാം. 1
2 3 4 ഈ സൈഡിൽ നമുക്ക് 4 ഇട്ട് കൊടുക്കാം. അപ്പൊ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ നമ്മുടെ കിച്ചൺ ഇവിടെ സെറ്റ് ആവാൻ തുടങ്ങി ഗൗരി. എന്തായാലും നല്ല ക്യൂട്ട്, അടിപൊളി. നമുക്ക് ഈ ബ്ലൂ പാത്രങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം, എന്നിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഡിഷൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതെന്താ സാധനം എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ബാറ്ററി ഇട്ട് കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഓക്കെ ഓക്കെ ഗൗരി. ഇതെന്താ ഗൗരി, ഇതെന്ത് സാധനം? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ക്യാപ്സിക്കം, ഇലിമ്പിക്ക, ഇതൊക്കെ എനിക്കറിയാം. പിന്നെ ഇതൊക്കെ ഓരോ ടിന്നുകളാ, നമ്മുടെ സോസ് ഒക്കെ ഒഴിച്ച് വെക്കൂലേ അങ്ങനത്തെ ടിന്നുകളാ. ടൊമാറ്റോ സോസും ഒരു കെച്ചപ്പൊക്കെ ഒഴിക്കുന്നത്. ഇത് സോസേജ്. പിന്നെ ഇത് ഓരോ സോസേജിന്റെ ടിന്ന്. പിന്നെ ഇതൊക്കെ ഓരോ വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു. ഇതും ഒരു വെജിറ്റബിളാ. അപ്പൊ കുറെ വെജിറ്റബിൾസും കിട്ടിയിട്ടുണ്ട്, കുറെ സോസിന്റെ ടിന്നും നമുക്ക് കിട്ടി അല്ലേ ശിവ? അതെ ഗൗരി. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഇത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഐറ്റംസ് ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇത് ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന ടിന്ന. അപ്പൊ നമുക്ക് ടൊമാറ്റോയുടെ ഒരു ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിന്റെ മാലിലെടുത്ത് വെച്ച് കൊടുക്കാം ഗൗരി. ഓക്കെ, ഇനി അടുത്ത ഇതെന്തുവാണ്? അത് മസ്റ്റാർഡ്. അത് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത എന്തുവാ? മിൽക്ക്. എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക്. അപ്പൊ അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. അടുത്തത് പെപ്പർ. അതിന്റെ ഫോട്ടോയും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത എന്തുവാ? സോസേജ് എടുത്ത് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് ഈ ടിന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ കുക്ക് ചെയ്ത് കളിക്കണ്ടേ, അപ്പൊ നമുക്ക് ഇതെല്ലാം കഴുകിയെടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കഴുകിയെടുക്കണ്ടേ ഗൗരി? യെസ് യെസ്, ബാക്കി വെജിറ്റബിൾസ് നമുക്ക് ഇതിന്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ ഗൗരി. ഇനി അടുത്ത എന്തുവാ? നമുക്ക് കുക്ക് ചെയ്യാം ഗൗരി, കുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, കുക്ക് ചെയ്യാം. ദേ ഇത് ഫുള്ള് കാണാൻ എന്തൊരു മനോഹരമായിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയേ, നല്ല രസമുണ്ട്. ശരിക്കും റിയൽ കുക്കിംഗ് പോലെ ഉണ്ട്. ദേ സൗണ്ട് കേൾക്കുന്നു ഗൗരി. ഇത് കൊള്ളാം. ഞാനൊരു വെജിറ്റബിൾസ് കറി ഉണ്ടാക്കട്ടെ. നീ എല്ലാ വെജിറ്റബിൾസും പോയി ഒന്ന് കഴുകി എടുത്തിട്ട് വാ. നമുക്ക് ഈ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ആ ഒരു ഇതൊക്കെ വെച്ചില്ല, അത് അങ്ങനല്ല ഗൈസ്. നമ്മളിതൊന്ന് തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം ഇതിലേക്കൂടെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കുറെ നേരം ആയില്ലേ ശിവ വെള്ളം വരാത്ത? എന്താ ശിവ, നമ്മളെ പറ്റിച്ചു എന്ന് തോന്നുന്നു. അയ്യോ, എന്നാലും എന്താ വെള്ളം വരാത്തത്? അയ്യോ, ലീക്ക്. നമ്മുടെ പൈപ്പിൽ നിന്ന് ലീക്ക് ആവുന്നു ഗൗരി. അയ്യോ, കഷ്ടായി പോയല്ലോ. ലീക്ക് ആവുന്ന വെള്ളം മൊത്തം പോവാ. ഉശോ, എന്താ ചെയ്യാ? അയ്യോ, അമ്മ കണ്ട നമ്മളെ വഴക്ക് പറയും. ഇതെല്ലാ വെള്ളവും താഴെ വീണ് പോണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വെജിറ്റബിൾസ് തൽക്കാലം നമുക്ക് ഇങ്ങനെ കഴുകി എടുക്കുക. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാനാ? നമുക്ക് ഈ ഒരു ഡിഷ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെജിറ്റബിൾസ് എല്ലാം എടുക്കുക അവര്. നമുക്ക് ഇതുപോലെ കഴുകി എടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നമുക്ക് വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അല്ലേ നമുക്ക് അമ്മയുടെ അടി കിട്ടും. ഈ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ശിവ? അതെ ഗൗരി, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട്. നല്ല ശരിക്കും ഒരു റിയൽ കുക്കിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഗൗരി. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ടല്ലേ? ഈ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. ബൈ.
കുറച്ചൊന്ന് ഉറങ്ങട്ടെ. ഒന്ന് പോടി. എന്തുവാ മക്കളെ? എന്ത് കഷ്ടമായി ഇത്. മനുഷ്യന് കുറച്ച് ഉറങ്ങാനും സമ്മതിക്കില്ല. ഒന്ന് പോടി. കുറച്ച് കഴിയട്ടെ. എന്തുവാ ഒരു സൗണ്ട് കേട്ടത്? അയ്യോ, എന്താ കിണറ്റിലൊരു ബഹളം? അമ്മേ, അയ്യോ, എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ് മോളെ, കാത്തുമോളെ, മോളെ, തുമ്പി, തുമ്പി ഒന്ന് ഓടി വാടി. എടി കാത്തു വെള്ളത്തിൽ പോയിടി. എടി നമ്മുടെ കാത്തു കിണറ്റിൽ വീണു. തുമ്പി, തുമ്പി അവിടുന്ന് എണീക്കി. എന്താ ഒരു ബഹളം? എന്താ അമ്മേ? കാത്തു മോളിത് കിണറ്റില് വീണ്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്. അയ്യോ എന്റെ കുഞ്ഞ്, എന്റെ മോള്, മോളെ, കാത്തു മോളെ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വായോ എന്റെ കുഞ്ഞ്. അയ്യോ മോളെ, ഏട്ടാ എണീക്കേട്ടാ, ഏട്ടാ, ഏട്ടാ മോള് കിണറ്റില് വീണേട്ടാ, ഏട്ടാ. എന്താ എന്താ ഒരു ബഹള? എന്താന്നറിയാ വയ്യ, അപ്പുറത്തെ വീട്ടിൽ. അയ്യോ, കിണറ്റിൽ വീണെന്നൊക്കെ ആണല്ലേ പറയുന്നേ? അയ്യോ, കിണറ്റിൽ വീണെന്നോ? കാത്തുമോളാണോ? അയ്യോ എന്റെ മോള്, അമ്മ, എന്റെ കുഞ്ഞ്. നിങ്ങളെല്ലാം കൂടെ നിലവിളിച്ച് അതിനെ കൂടെ പേടിപ്പിക്കാതെ. മോളെ, മോളെ ദേ ഇതിൽ പിടിച്ച് കയറ്. ആ, സൂക്ഷിച്ച്. അങ്കിൾ ഇതേ പയ്യെ പിടിച്ച് കയറ്റാ മോളെ. മോളെ അതിൽ പിടിച്ചോ. ആ, ആ തൊട്ടിയിൽ ആദ്യം കയറി നിൽക്ക്. ആ ആ ആ അങ്ങനെ. ആ കയറിലും കൂടെ പിടിച്ചോ മോള്. ആ ആ, പയ്യെ അനങ്ങാതെ നിക്കണം കേട്ടോ. ആ, പയ്യെ. ഓ മോളെ, എന്റെ പൊന്നു മോളെ, അമ്മയുടെ പൊന്നെ. ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. ബൈ.
ആകെ ടയർഡായി. മോളെ അച്ഛസേ wake up. അച്ഛസേ സിപ്പ് ലൈൻ എത്തി. എന്ത് കാറ്റാ ഇവിടെ. നല്ല രസമുണ്ട്. എന്തായാലും വെയിലുമില്ല, നല്ല തണലും. മാഡം എത്ര പേരാ സിപ്പ് ലൈനിൽ കയറുന്നത്? ആരും തല്ലുകൂടാതെ നിൽക്ക്, എല്ലാരെയും സിപ്പ് ലൈനിൽ കയറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, ആദ്യം മോള് വാ, കൈ നീട്ടി വെക്ക്. ഇങ്ങനെ കെട്ടിയാലേ സിപ്പ് ലൈനിൽ കൂടെ വരാൻ പറ്റത്തുള്ളൂ. പേടിക്കണ്ട പേടിക്കണ്ട, സിപ്പ് ലൈനിൽ കയറണ വേണ്ടേ? എന്നാ പിന്നെ ഇതൊക്കെ കെട്ടണം കേട്ടോ. എന്തു കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. അവിടെ ഓക്കെ ആണോ ചേട്ടാ? ആ ഇവിടെ ഓക്കെയാ, വിട്ടോ. പേടിക്കണ്ട പേടിക്കണ്ട. മോളെ പേടിക്കാതിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല. ആ എത്തിപ്പോയി. ആ അഴിച്ചു തരാം. മോള് കരയാതിരിക്കേ. അയ്യേ, ഇതാണോ വലിയ ധൈര്യശാലിയായിട്ട് ഓടി വന്നത്? അയ്യേ, ഇത്രയ്ക്കേ ഉള്ളായിരുന്ന മോള്? അഴിക്ക. ദേ കഴിഞ്ഞു. അഴിച്ചട മുത്തേ, ചെല്ല്. ഇതാണോ വലിയ ധൈര്യശാലിയായിട്ട് ഇയാൾ ഓടി ചെന്നത്? അടുത്തത് ഞാനാ അങ്കിളെ. എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കിത് കേറാൻ ഒത്തിരി ഇഷ്ടമാ. മോനെ റെഡിയാണോ? ഞാൻ റെഡിയാ അങ്കിളെ, എനിക്കങ്ങ് കൊതിയാവുന്നേ. അടിപൊളി അങ്കിളെ, എനിക്കിഷ്ടായി. ആ സൂക്ഷിച്ച്. അങ്കിളെ ഇത് അഴിച്ചു തരുവോ? അഴിച്ചു തരാലോ. അങ്കിളെ സൂപ്പർ ആയിരുന്നു, എനിക്ക് സിപ്പ് ലൈൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്കിളിനെ ഇഷ്ടപ്പെട്ടു അങ്കിളെ. നീ കൊള്ളാലോടാ. അമ്മേ സൂപ്പർ ആയിരുന്നു അമ്മേ. ഓക്കേ അങ്കിൾ, ഐ ആം റെഡി. ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്കിൾ, സൂപ്പർ ആയിട്ടുണ്ട്. ആദ്യത്തെ പാദമുള്ള പാദൂസ്. അല്ല, ആരാ ഈ പാറ്? ആഹാ, നല്ല പേരാന്നല്ലോ. ഓയ്യോ, എനിക്ക് ആകെ ടെൻഷൻ ആയിട്ട് വയ്യ. അമ്മ പേടിക്കണ്ട അമ്മേ, സൂപ്പർ അമ്മേ. എനിക്ക് പേടിയാവുന്നു. മാഡം അറിയോ? ഓക്കെ ഓക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ, കൈ പിടിച്ചോ, കയ്യിൽ പിടിച്ചോ. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഓ പേടിക്കണ്ട മാഡം, പേടിക്കണ്ട. അമ്മേ, അയ്യോ രക്ഷപ്പെട്ടു. മാഡം അറിയോ? ഓക്കെ. യെസ്, ഓക്കെ. സൂപ്പർ. എന്തായാലും കൊള്ളായി. സിപ്പ് ലൈൻ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഈ വീഡിയോയ്ക്ക് വേഗം ഒന്ന് ലൈക്ക് ചെയ്തേ. നീ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? എന്താ നിന്റെ പ്ലാൻ? പറഞ്ഞോളൂ, എന്താണ് എത്ര നേരമായി? അല്ല ശിവ, ഇത്ര ഷാമ്പ് എന്തിനാ മേടിച്ചത്? എന്റെ അച്ഛനെ ഷാമ്പിന്റെ കടയാ, അപ്പൊ ഞാൻ കൊറേ ഇങ്ങ് എടുത്തോണ്ട് വന്നു. നിന്റെ അച്ഛനെ അറിയരുത്. എനിക്ക് തോന്നുന്നു ഇവൻ ആയുഷ്കാലം കുളിക്കാനുള്ള ഷാമ്പായി എടുത്തോണ്ട് വന്നേന്ന്. ഒന്ന് പോടാ.
എല്ലാരും റെഡി ആയിക്കോ. ഡിൻഡടൻ. വൗ, ശവ. ഇവിടെ വന്നിട്ട് ഷവറിൽ കുളിച്ചതേ ഇല്ല. ശിവ, വെരി വെരി താങ്ക്സ്. എടാ ശിവ, എനിക്കും കൂടെ കുറച്ച് വീട്ടിൽ താടാ. ഇന്നാ ഷവർ 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 ഷവർ. എന്തായാലും ഇത് നല്ല രസമുണ്ട്. എനിക്ക് ഷാംപൂ, എനിക്ക് ക്ലിനിക് പ്ലസ് മതി. നമുക്കൊരു ചാലഞ്ച് ചെയ്യാം. ഈ ക്ലിനിക് പ്ലസ്സിൽ ഇതിന്റെ ഉള്ളിൽ എന്ത് നിറമാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചു നോക്കട്ടെ. എനിക്ക് കിട്ടിയത് ബ്ലൂ നിറത്തിലുള്ള ക്ലിനിക് പ്ലസ് ആണ്. ഒഴിക്കോ? നീ ആകെ ഒരു ഇത്തിരിയല്ലേ ഉള്ളു. അപ്പൊ ഒരു ഇത്തിരി ഷാമ്പ് എടുത്താ പോരായിരുന്നാ? ഓക്കേ ഓക്കേ, ഐ ആം ഓൾറൈറ്റ്. ശിവ, ഐ ആം ഓൾറൈറ്റ്. ശിവ ശിവ, വെള്ളം ഒഴിക്ക്. ഇതിലേക്ക് ശരിക്കും വെള്ളം വരുന്നു. ശിവ ദേ. അയ്യേ, അത് കൊള്ളാത്ത അഴുക്ക് വെള്ളത്തിലാ നീ പോയി കുളിക്കുന്നത്. അയ്യോ സോറി. എനിക്കിതിലെ പാരച്യൂട്ട് മതി. പാരച്യൂട്ട്. ഈ പാരച്യൂട്ടിനകത്ത് എന്ത് കളറാണ്? താഴെ കമന്റ് ചെയ്യൂ. ഞാൻ പൊട്ടിക്കാൻ പോണേ. വൈറ്റ്. എനിക്ക് കിട്ടിയത് നല്ല ഗ്ലേസ് ആയിട്ടുള്ള വൈറ്റ് കളറാണ്. നിങ്ങൾ എന്തിനാ ഇത്രയും ഷാമ്പൊക്കെ വാരി ഒഴിക്കുന്നത്? പെട്ടെന്ന് മുഖം കഴിവ്, മുഖം കഴിവ്. ഞാൻ ഇതിൽ വെള്ളം നിറയ്ക്കട്ടെ. നിക്കി, ദാ ഇപ്പൊ കൊണ്ടുവരാം. ശിവ, വെള്ളം വെള്ളം. ആ ഞാൻ ദാ ഒഴിക്കുവാ. എന്റെ കണ്ണ് നീറുന്നു. നിങ്ങൾ ആരും ഒത്തിരി ഷാമ്പ് എടുത്ത് ഒഴിക്കരുത്. ഷാമ്പ് ഒഴിക്കുമ്പോഴാണ് ഈ കണ്ണിലൊക്കെ വീഴുന്നത്. ആ, അപ്പം നമ്മുടെ അശ്വതിയും കുളിച്ച്. ഇനി എനിക്ക് കുറച്ച് ഷാമ്പ് ഒഴിച്ച് ആടാ. നിനക്ക് ഏതാ വേണ്ടത്? എനിക്കും പാരച്യൂട്ട് മതി. എനിക്കിതേ പിങ്ക് കളറിലുള്ള പാരച്യൂട്ട്. ഇതിന്റെ അകത്ത് എന്ത് നിറവാ? വൈറ്റ് വൈറ്റ്. എനിക്കും കൂടെ ഒഴിച്ച് താടാ. ഇന്നാ വെള്ളം വെള്ളം വെള്ളം. ഗൗരി ഇച്ചിരി വെള്ളം ഒഴിക്ക്. വെള്ളം കണ്ണും നീട്ടി വരുമോ നീ കണ്ണായന്റെ അരികിൽ, കണ്ട കുഞ്ഞു പുഴയിൽ തൂവെണ്ണ തിങ്കളഴകായി ഒഴുകി വരുമോ ഇതിലെ, തരുകി തഴുകി വരുമോ ഇതിലെ. ഓ എന്റെ ശിവ, നീ എന്ന പാട്ട് നേരത്തെ പറയുന്നത് മൊത്തം പോട്ടെ ചേച്ചേ. അല്ലല്ലോ, നിനക്ക് ഇത്തിരി കുശുമ്പ് കൂടുതലാ. അയ്യോ എന്റെ മുണ്ട്. ഞാനും നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ. ഇനി ഒരിക്കലും നമ്മൾ പിരിയരുത്. ഇല്ല ശിവ, നമ്മൾ ഇനി ഒരിക്കലും പിരിയില്ല. നിന്റെ വില ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. അല്ല, ഷവറ്.
മതി എല്ലാരും എഴുതിയത്. വേഗം കൊണ്ടുവാ, എനിക്ക് പേപ്പർ ചെക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പോകാനുള്ളതാ. ഇന്ന് എന്നെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ മാർക്ക് പറയുന്നുണ്ട്. വാ 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 വാ. അയ്യോ, ഇപ്പൊ തന്നെ മാർക്ക് നോക്കാൻ പോവാണോ? നാളെ ആയിരുന്നെങ്കിൽ നാളെ ക്ലാസ് കട്ട് ചെയ്തിട്ട് വരാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? വേഗം വേഗം കൊണ്ടുവാ. ഓക്കേ മിസ്. ഓരോരുത്തർ വരാൻ നിൽക്കണ്ട. അച്ചൂസ്. യെസ് മിസ്. ഓരോരുത്തരുടെ പേപ്പർ കളക്ട് ചെയ്തുകൊണ്ട് വരൂ. ഓക്കേ മിസ്. ഫസ്റ്റ് എന്റെ പേപ്പർ. ഗൗരി, റോസ് പേപ്പേഴ്സ് തരൂ. ശിവയുടെ പേപ്പർ മേടിച്ചില്ലല്ലോ. ശിവ പേപ്പർ. ഇന്ന. താങ്ക് യു. സാബു ഇന്ന. അശ്വതി. ഇനി ആരുണ്ട്? എല്ലാരും പേപ്പേഴ്സ് കിട്ടിയോ? ഇല്ലല്ലോ. ആ ഉണ്ണിക്കുട്ടൻ ആൻഡ് നീലു. ഉണ്ണിക്കുട്ടൻ, നീലു പേപ്പർ താ. നീലു, ഉണ്ണിക്കുട്ടൻ. അയ്യോ അയ്യോ അയ്യോ, എന്തു പറ്റി? സോറി മിസ്, എന്റെ കയ്യിൽ നിന്നെല്ലാം താഴെ വീണു പോയി. ഇപ്പൊ കൊണ്ടുതരാം. അയ്യോ, ഇത് ഞാൻ എങ്ങനെ അടുക്കി എടുക്കുന്നത്? എല്ലാരും പേപ്പർ ഉണ്ടോ? ആരെങ്കിലും പേപ്പർ പോയിട്ടുണ്ടെങ്കിൽ മിസ് എന്നെ തല്ലേരുന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാം കിട്ടി. മിസ് 1 minute മിസ്, ഇപ്പൊ കൊണ്ടുവരാം. മിസ് പേപ്പേഴ്സ്. താങ്ക് യു. ഗോ ടു യുവർ സീറ്റ്. എനിക്ക് ആകെ പേടിയാവുക അച്ചൂസേ. ഇപ്പൊ തന്നെ നമുക്ക് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കുഴപ്പമില്ല ശിവ, നീ മിണ്ടാതിരിക്കേ. സൈലൻസ്. ഞാൻ ഈ പേപ്പേഴ്സ് ഒക്കെ നോക്കി തീരുന്നവരെ മിണ്ടാതിരിക്കണം കേട്ടോ എല്ലാരും. ഈ ക്ലിപ്പ് മാറ്റിയിട്ട് തന്നാ പോരായിരുന്നു. ഇനി എന്ത് ബുദ്ധിമുട്ടായത് ഈ കുട്ടികള്. ഫസ്റ്റ് ആരെ പേപ്പറാ? സാബു. 5 + 3 2. തുടക്കം തന്നെ തെറ്റാണല്ലേ. പേന തെളിയുന്നില്ലല്ലോ. അടുത്തത് 5 - 3 4. തെറ്റ്. 6 + 5 8. 7 - 5 9. ഇവ മൊത്തം തെറ്റാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. 10 - 1. അതുപോലും അവനിക്കറിയില്ലേ. 9 + 9 18. അതുമാത്രം ശരി എഴുതി വെച്ചിട്ടുണ്ട്. കറക്കി കുത്തിയതായിരിക്കും. 6. 6 1 മാർക്ക്. ഒന്നെങ്കിലും മേടിച്ചല്ലേ അവൻ. കൊള്ളാം, നന്നായിട്ടുണ്ട്. പേപ്പേഴ്സ് നോക്കട്ടെ. 2 കൊടുക്കുന്നുണ്ട്. മിസ് എന്നെയാണല്ലേ നോക്കുന്നേ. ഇനി എന്റെ പേപ്പർ ആയിരിക്കുമോ നോക്കുന്നത്? അടുത്ത പേപ്പർ ആരെയാ? ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ 3 + 5 8. അത് കറക്റ്റാ. 5 - 3 2. 6 + 5 11. എന്ത് പറ്റി? സാറെല്ലാം പഠിച്ചിട്ട് വന്നെന്ന് തോന്നുന്നു. 7 - 5. ഉണ്ണിക്കുട്ടൻ ഇന്നെല്ലാം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇത്രയും കറക്റ്റായ ആക്കി ഇത് തെറ്റിയോ? 10 - 1 8. ഈ കുട്ടികൾ ശ്രദ്ധിക്കില്ല എഴുതുന്ന സമയത്ത്. 9 + 9 70. അതും തെറ്റ്. അപ്പോൾ ഉണ്ണിക്കുട്ടന് 6 ഔട്ട് ഓഫ് 4. അടുത്തതാരടെയാ? ഇതാരെ പേരെഴുതാത്ത ആള്? ഈ കുട്ടികളിത് ലാസ്റ്റ് നോക്കാം. അടുത്തത് അശ്വതി. എന്റെയാണെന്ന് തോന്നുന്നു. അശ്വതി 3 +
5 8 ശരി. 5 മൈനസ് 3 2 ഓക്കെ. 6 പ്ലസ് 5 11. 5 മൈനസ് 7 മൈനസ് 5 2 ഓക്കെ. ഓക്കെ. ആഹാ മിടുക്കിയാണല്ലോ, ഫുൾ മാർക്ക്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മിടുക്കി. നെക്സ്റ്റ് നീലു. ആ കൊള്ളാം. 3 പ്ലസ് 5 അതുപോലും അറിയില്ല എന്ന് വെച്ചാൽ തെറ്റ്, അതും തെറ്റ്. 6 പ്ലസ് 5 12. ഇവരൊക്കെ കറക്കി കുത്തി അങ്ങ് എഴുതുക എന്ന് തോന്നുന്നു, കണ്ടുപിടിക്കാൻ പോലും ശ്രമിക്കില്ല. 3 9 പ്ലസ് 9 അത് കറക്കി കുത്തിയതാ, ശരിയായിട്ടില്ല, ഫുൾ തെറ്റ്. 6 ഔട്ട് ഓഫ് 0. കൊള്ളാം എന്തായാലും. നീലുവിൻ്റെ പാരൻറ്റിനെ ഒന്ന് കാണണം. നെക്സ്റ്റ് ഗൗരി. എൻ്റെ പേപ്പർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഗൗരി 5 പ്ലസ് 3 10. ഗൗരി വീണ്ടും ഉളപ്പായെന്ന് തോന്നുന്നല്ലോ. 5 മൈനസ് 3 8. കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടി വെച്ചിരിക്കുന്നു. എന്ത് കുട്ടികളായത്. 6 പ്ലസ് 5 5. കൊള്ളാം. 6 കൊള്ളാം, പൊട്ട തെറ്റ്. 6 ഔട്ട് ഓഫ് 0. നല്ല മാർക്ക്, സൂപ്പറായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാരാ, ഇത് പേരെഴുതാത്തത്? ഇനിയിപ്പോൾ ഇത് ആരാന്ന് വെച്ചിട്ടാണ് കണ്ടുപിടിക്കണേ. നെക്സ്റ്റ് റോസ്. റോസ് എവിടെ ഇരിക്കുക? റോസിൻ്റെത് 3 പ്ലസ് 5 10. കൊള്ളാം. 5 മൈനസ് 3 8. 6 പ്ലസ് 5 ഈ സെയിം ലിസ്റ്റ് ഞാൻ എവിടെയോ കണ്ടല്ലോ. ഗൗരി. കൊള്ളാം, രണ്ടുപേരും കൂടെ കോപ്പി അടിച്ച് എഴുതിയതാ, പക്ഷേ രണ്ടും പൊട്ടത്തെറ്റാ. 3 പ്ലസ് 5 അവിടെ 10, ഇയാളും 10. 5 മൈനസ് 3 8, ഇയാളും 8. കൊള്ളാം, കോപ്പി അടിച്ചതാ. 6 പ്ലസ് 5 5. കാണിച്ചു തരാം, ഇതൊന്ന് എഴുതിക്കോട്ടെ. ഫുള്ളും സെയിം, ഫുള്ളും തെറ്റ്. കൊള്ളാം, സൂപ്പർ. നാളെ എന്തായാലും പാരൻസ് മീറ്റിംഗ് നടത്തണം. ഇതെന്താ പേരെഴുതാതെ? ഇത് ആരെയാണെങ്ങനെ ഇപ്പം തിരിച്ചറിയുക? ഇതാരെ ഈ പേരെഴുതാത്ത 2 പേപ്പേഴ്സ്? എല്ലാവരും പേപ്പറും നോക്കി. ഇനിയുള്ളത് ശിവയും അച്ചൂസും. നിങ്ങളുടെ പേപ്പേഴ്സിൽ നിങ്ങൾ എന്താ പേരെഴുതാഞ്ഞേ? ഞാൻ ഇനിയിപ്പോൾ എങ്ങനെ തിരിച്ചറിയേ നിങ്ങളുടെ ഏതാന്ന്? രണ്ടുപേരും എണീച്ച് വാ, ഇതിലേതാ നിങ്ങളുടെ പേപ്പർ എന്ന് പറയും. വാ വാ വാ. ഇച്ചിരി ലൈറ്റ് കളറായിട്ടുള്ളത് എന്റെതാ. ഇത്തിരി ഡാർക്ക് പെൻസിൽ എന്റെയാ മിസ്. പേര് എഴുതണോന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഇനി എല്ലാവരും ടെസ്റ്റ് പേപ്പർ എക്സാം എന്തോ ആവട്ടെ, ആദ്യം നിങ്ങളുടെ പേര് എഴുതണം. എന്നതിന് ശേഷമാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കേ മിസ്, സോറി, ഇനി ആവർത്തിക്കില്ല. ഗോ ടു യുവർ സീറ്റ്. ഓക്കേ മിസ്. ശിവ കം ഓൺ. ഈ ഡാർക്ക് എന്റെയാ മാം. ഓക്കേ ശിവ, ഇനി മുതൽ പേര് എഴുതണം കേട്ടോ. ഓക്കേ. ശിവ 3 പ്ലസ് 5 8. വെരി ഗുഡ്. 5 മൈനസ് 3 2. വെരി ഗുഡ്. 6 പ്ലസ് 5 10. പൊട്ടത്തെറ്റാണല്ലോ. 7 മൈനസ് 5 9. ശിവയ്ക്ക് ഇത് എന്ത് പറ്റി? 10 മൈനസ് 1 9. ഓക്കെ. 9 പ്ലസ് 9 80. ശിവയ്ക്കപ്പോൾ 1 2 3 4 മാർക്കേ ഉള്ളൂ. 6 4. ശിവ വീണ്ടും ഉളപ്പായിട്ട് വരിക. മാർക്ക് ലിസ്റ്റ് ഞാൻ കൊടുക്കട്ടെ. ആ ചൂരലിങ്ങ് പോയി എടുത്തോണ്ട് വരണം. ഗൗരി. ആ ചൂരല് പോയി ഓഫീസ് റൂമിൽ നിന്ന് മേടിച്ചിട്ട് വാ. ഇത് അച്ചു. 3 പ്ലസ് 8. 8ഓ? ഇവിടെ വര വീണ് പോയതാ. 3 പ്ലസ് 5 8. 5 മൈനസ്
ത്രീയോ തെറ്റ്. 6 + 5 11, 7 - 5 2. ഓക്കെ. 10 - 1 9, 10 + 9 80. അപ്പോൾ 1 2 3 4 5 മാർക്ക്. 6. കൊള്ളാം. പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് കണ്ടില്ലേ? എന്തായാലും നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോരുത്തർക്ക് ഞാൻ മാർക്ക് തരാം. ഓക്കെ, എല്ലാവരും കണ്ടോ? 2 പേർക്കും കിട്ടിയിരിക്കുന്ന മാർക്ക് അടിപൊളിയാ. 0. 0 2 പേർക്കും. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവരെ പേപ്പറിൽ. എന്താണെന്നറിയോ? ദേ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ അറിയാം. 2 പേരും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുക. ഇയാളും 3 + 5, ഇയാള് 10, അയാളും 10. അതുപോലെ എല്ലാ മാർക്കും നോക്കിയേ. 8 8, 5 5, 6 6, 8 8, 10 10. അടിപൊളിയല്ലേ? 2 പേരും കൂടെ കോപ്പി ചെയ്തിരിക്കല്ലേ? എണീക്ക് അവിടുന്ന്. എണീക്ക്. 2 പേരും എണീറ്റേ ഇങ്ങോട്ട് വന്ന് നിക്കി. എണീക്ക്. അവരവരെ പേപ്പറും കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് നിക്കി. ബാ. നീ എന്തിനാ എന്റെ കോപ്പി അടിച്ചെഴുതിയത്? ഞാൻ ഇങ്ങനെയൊക്കെ കറക്റ്റ് ബുദ്ധിയാ എഴുതിയത്. ഉടനെ കോപ്പി അടിച്ചിരിക്കും. ഇനി അതിന്റെ അടിയും കൂടെ മേടിക്കണ്ടേ? നീ ചടപടേന്ന് എഴുതുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച് നീ എഴുതുന്നതൊക്കെ ശരിയാണെന്ന്. ഐ എം സോറി ഗൗരി. അടുത്തത് നല്ല പേപ്പറാട്ടോ. സൂപ്പർ പേപ്പറാ. അടുത്ത നീലുവിന്റെ മാർക്ക് കണ്ടോ നിങ്ങള്? 0 ഔട്ട് ഓഫ് 6. എല്ലാരും നല്ല മിടുക്കനും മിടുക്കികളുവാ. നാളെ എല്ലാരും ക്ലാസ്സിൽ പാരന്റ്സിനെ വിളിച്ചോണ്ട് കേറി വരാവൂ, പറഞ്ഞേക്കാം. ഇങ്ങ് വാ നീലു, ഇന്ന് ഇറങ്ങി വാ. അയ്യോ, അടുത്തത് അശ്വതി. ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാണ് ഈ പ്രാവശ്യം മൊത്തം മാർക്കും കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അശ്വതി മോളെ, എണീക്ക് അവിടുന്ന്. എല്ലാരും അശ്വതിക്ക് ഒരു ക്ലാപ്പ് കൊടുത്തതേ. ഫുൾ മാർക്ക് അശ്വതി മേടിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. ഇരിക്കവിടെ. ഇവളെ നോക്കി എഴുതിയാ മതിയായിരുന്നു, ഫുള്ള് മാർക്കും കിട്ടിയേന്. അടുത്തത് ഉണ്ണിക്കുട്ടന്റെ മാർക്ക് 4 ഔട്ട് ഓഫ് 6. ഇന്നാ ഉണ്ണിക്കുട്ടൻ ഇത്രയും മാർക്ക് കിട്ടിയത് ഭാഗ്യം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടുത്തത് സാബുക്കുട്ടൻ 6. വാ, എണീച്ച് വാ മോനെ. ഓരോരുത്തരായിട്ട് വന്നാ ഓരോരുത്തർക്ക് തരാം. ആദ്യം ആരാ? സാബു, ഇങ്ങോട്ട് വാ. വന്ന് നിക്കിങ്ങോട്ട്. കൈ നീട്ട്. നീട്ട് കൈ. പോക്കോ. ആ പേപ്പറും കൂടെ എടുത്തോണ്ട് പോ. നാളെ ഒപ്പിടിപ്പിച്ചോണ്ട് വരണം കേട്ടോ. ഓരോരുത്തര് വാ. എന്താ വരാൻ ഇത്ര മടി? കൈ നീട്ട്. നീട്ട് കൈ നീട്ട്. പൊക്കോ. ഒപ്പിടിപ്പിച്ചോണ്ട് വരണം നാളെ കേട്ടോ. നീട്ട്. പേപ്പർ എടുത്തോണ്ട് പോ. അടുത്ത ആരാ? ഗൗരി. വാ. കൈക്കെന്തു പറ്റി? ആ കൈ താത്തിട്ടോ. ഇനി ഈ കൈ ഉണ്ടല്ലോ. എല്ലാവർക്കും അടി എന്നിട്ടേ ഒരാൾക്ക് മാത്രം വിടാൻ പറ്റത്തില്ലല്ലോ.